ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ ചോദ്യം ചെയ്യുക കേട്ടോ. പോലീസുകാരോട് കള്ളം പറയരുതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വന്ന് അലീനയോട് ചോദിക്കാം. അപ്പോൾ എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല സാറെന്ന് അലീന നേരം ഈ CIയോട് പറഞ്ഞു. എന്നിട്ട് അവന്മാർ രണ്ടുപേരും സമ്മതിച്ചല്ലോ റേറ്റ് അറ്റംപ്റ്റ് നടന്നു എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ അലീന അന്തം വിട്ടിങ്ങനെ CIയെ നോക്കുക. നോണ പറയാതെ കാര്യം പറയടി, നിനക്ക് ജ്യൂസിലും മയക്കുമരുന്ന് കലർത്തി തന്നു കുടിപ്പിച്ച് രണ്ടുപേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലേടി എന്നാ CI ചോദിക്കുമ്പം അലീന നിന്ന് ഭയങ്കര കരച്ചിൽ. അത് സാറേ ഞാൻ എതിർത്തപ്പം അത് തീർന്നു എന്ന് അലീന ഇങ്ങനെ പറയുക. അപ്പം എതിർത്തപ്പം തീർന്നോടി എന്നും ചോദിച്ചുകൊണ്ട് അയാൾ ചോദിക്കുവാണേ, പറയടി നീ നിന്റെ വയറ്റിൽ കത്ര കുത്തിക്കയറ്റി തന്നെ ചാകാൻ നോക്കിയപ്പോൾ അവന്മാരിട്ടിട്ട് പോയല്ലേടി എന്ന് CI ചോദിക്കുവാണ്. അതല്ലേടി ശരിക്കും സംഭവിച്ചേ? അന്നേരം അലീന ഞാൻ ചാവാൻ വേണ്ടി ശ്രമിച്ചതൊന്നും അല്ലെന്നും തടയാൻ ശ്രമിച്ചതാണെന്നും അലീന ഇങ്ങനെ ഇവരോട് പറയാം. അവരിപ്പോൾ നിനക്ക് മയക്കുമരുന്ന് തന്നോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നു എന്ന് അലീന ഇവരോട് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാർ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നിന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചോ എന്ന് ചോദിച്ചു. ആ കഴിപ്പിച്ചെന്നും പറഞ്ഞു. അലീനയോട് ഇവന്മാർ ഓരോന്ന് ചോദിക്കുന്നു, ഇവരെല്ലാം പറയുന്നു. എടി തന്നെത്താൻ കുത്തി പരിക്കേൽപ്പിച്ച് നീ രക്ഷപ്പെട്ടു അല്ലേടി എന്നും ഈ CI ചോദിക്കുക. അയലത്തെ ഡോക്ടർ ആംബുലൻസ് വിളിച്ചു വരുത്തി നിന്നെ ഹോസ്പിറ്റലിലും എത്തിച്ചു അല്ലേടി, അങ്ങനെയല്ലേ സംഭവിച്ചതെന്ന് CI ചോദിക്കുക. അന്ന് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ നീ എന്താന്ന് അവരോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അലീനയ്ക്കാണ് പേടിയായി തുടങ്ങിയിട്ടോ. ആകെ വെപ്രാളം കയറി അലീന ഇങ്ങനെ നിൽക്കുക. ഇയാളാണെങ്കിൽ ഓരോന്നോരോന്ന് അലീനയോട് ചോദിക്കുക. അപ്പോൾ കത്രിക താനെ കൊണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത് എന്ന് അലീന ഇങ്ങനെ പറയുക. അതെന്തിനാ നീ അങ്ങനെ കള്ളമൊഴി പറഞ്ഞത് എന്നിങ്ങനെ ഈ CI ചോദിക്കുക. അലീന ഇരുന്ന് കരയാനും തുടങ്ങി, ഒന്നും പറയാനും പറ്റുന്നില്ല. കോളേജിൽ പഠിക്കുന്ന രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം ജയിലിൽ കയറ്റി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാറെന്ന് അലീന പറഞ്ഞപ്പം ഓ മഹാമനസ്കത, ഔദാര്യം അല്ലേ, ചോറ് തരുന്ന മുതലാളിയോടുള്ള കൂറ് അല്ലേ, ഇതിലേതാടി ഏതാ നീ ഉദ്ദേശിച്ചേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ സാർ, രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം അത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച, ഞാൻ കാരണം നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച, അപ്പം നീ കാരണോ? നീയാണോ അതിന് കാരണം ആണോ എന്ന് അലീന ഇങ്ങനെ CIയോട് ചോദിക്കണം. CI അലീനോട് ചോദിക്കുന്നു. സൂക്കേട് അതിലടി അവന്മാരുടെ, നീ അന്ന് പോലീസിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ അവന്മാരെ രക്ഷിച്ചു, ഇപ്പോൾ എന്നിട്ട് അവന്മാർ രക്ഷപ്പെട്ടോടി പുല്ലേ എന്ന് CI ചോദിക്കുക അലീനയോട്. അലീനയാണെങ്കിൽ പേടിച്ച് വരച്ച് പാവം അങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തിന് കലിയും വരുന്നുണ്ട് കേട്ടോ. ഇനി അവന്മാരെ രക്ഷപ്പെടുവോടി ഇനി അവന്മാർ രക്ഷപ്പെടുവോ എന്ന് ചോദിച്ചു. ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക, മനസ്സിലായോ നിനക്കാ എന്ന് ചോദിച്ച CI അലീനയോട് പറഞ്ഞു. നാട്ടുകാരുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്താലേ അവർ പിച്ച കീറി പീസാക്കി തരുവടി, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അലീന ഒന്നും മിണ്ടുന്നില്ലേ. പോലീസിൻ്റെ അടിയേ അതൊന്നും തീർന്നിട്ടില്ല, മനസ്സിലായോ? ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമ്പോഴേ സബ് ജയിലിൽ നിന്ന് കിട്ടാനിരിക്കുന്നു മാർക്കറ്റ് ഇനിയും ഇഷ്ടം പോലെ കിട്ടും. ശിക്ഷ കിട്ടുമ്പോഴേ സെൻട്രൽ ജയിലിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ കിട്ടും. എന്തായാലും രക്ഷപ്പെട്ട അവന്മാർ സുഖമായിട്ട് വലിയ ജോലിയൊന്നും ചെയ്യാതെ തിന്നും കുടിച്ചൊക്കെ ജീവിക്കാവല്ലോ, നിന്നെ കൊണ്ട് പറ്റുമോ അവന്മാരെ രക്ഷിക്കാനെന്ന് അലീനയോട് ചോദിക്കുക ഇയാൾ. അപ്പോൾ ഇല്ല സാറേ എന്ന് പറഞ്ഞു അലീന. അപ്പോൾ തെറ്റ് ചെയ്തിട്ടല്ലേ ശിക്ഷ കിട്ടുന്നതെന്ന് അലീന CIയോട് ചോദിക്കുന്നു. പിന്നെന്തിനാ നീ അന്ന് അവന്മാരെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്ന് CI അലീനയോട് ചോദിച്ചു. മറ്റേ പോലീസുകാരനിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടണമല്ലോ, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അലീന വിഷമിച്ച് തല കുനിച്ചിരിക്കുക. എന്താ വേണ്ടേന്ന് ചോദിച്ചു. വേണം എന്ന് അലീന പറയുമ്പം അതാണ് എന്നും പറഞ്ഞുകൊണ്ട് CI ഇങ്ങനെ ചെന്ന് അലീനയുടെ അരികിൽ നിന്ന് അയാളുടെ കസേരയിൽ പോയിരുന്നു. ശരി, അപ്പോൾ ഒരു പരാതി എഴുതി തരാൻ പറഞ്ഞു അലീനയോട്. അന്നേരം അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്തു പരാതിയാണ് സാറേ എന്ന് ചോദിച്ചു. അതായത് ബാലചന്ദ്രമേനോന്റെ മകൻ രോഹിത് ബാലചന്ദ്രനും ശിവശങ്കരമേനോന്റെ മകൻ ഹരിശങ്കറും ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവരാണ് എന്നെഴുതി തരാൻ പറഞ്ഞു. അലീന അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. എന്താടി നീ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ അപ്പോൾ അലീന സാർ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ കഴിഞ്ഞു പോയി? എവിടെയാടി കഴിഞ്ഞു പോയത്? അന്ന് നീ പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് അവന്മാര് ആ പെണ്ണിനെ ബലാത്സംഗത്തിന് ഇരയാക്കുമായിരുന്നോടി എന്ന് CI അലീനയോട് ചോദിക്കുക. അന്ന് നിന്റെ അടുത്ത് തീർക്കാൻ പറ്റിയില്ല നിന്റെ കാമം, അവന്മാരുടെ കാമം, അതുകൊണ്ട് ഇപ്പം വേറൊരു പെണ്ണ് അത് മുഴുവനും താങ്ങേണ്ടി വന്നു എന്നും CI അലീനയോട് പറയുക. നീയല്ലേടി അതിനൊക്കെ കാരണം? അല്ലേടി നീയല്ലേ കാരണം
എന്ന് CI അലീനയോട് ചോദിക്കണു. അലീന ആകെ പരിഭ്രമിച്ചങ്ങനെ ഇരിക്കാം. ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ എന്ന് അലീന പറയാം. അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ. അപ്പം ഓക്കെ ആയിക്കോട്ടെ, അത് സംഭവിച്ചു പോയി, അതെന്തെങ്കിലും ആവട്ടെ, പറഞ്ഞത് ചെയ്യേ, നീ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് നീ പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് CI ഇങ്ങനെ നിർബന്ധിക്കുക അലീനെ. പക്ഷേ അലീനയ്ക്ക് പരാതി എഴുതാൻ പറ്റത്തില്ല. നീ പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ വനിതാ പോലീസുകാർ പുറത്തേക്ക് കൊണ്ടുപോവുക. CI അകത്തിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം SIയുടെ അടുത്തേക്ക് വന്നു. എഴുത്തും വായന നിനക്ക് അറിയാവോടി എന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ നീ കസേരയിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ അവിടെ പിടിച്ചിരുത്തി. അലീന അവിടെ ഇരുന്നു. അപ്പം നിനക്കത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പം 23 വയസ്സെന്ന് പറഞ്ഞു. ജനന തീയതിയൊക്കെ നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ അറിയാമെന്ന് അലീന പറയാം കേട്ടോ. ഓർഫണേജിൽ വളർന്ന് നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്നേ? നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അപ്പം സർട്ടിഫിക്കറ്റിലുണ്ട് എന്ന് അലീന പറയാം. ഓഹോ നിനക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അലീനയെ കളിയാക്കാം. ആരുടെ സർട്ടിഫിക്കറ്റ് ആടി? അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും അതുപോലെ GDS സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന കാര്യം അലീന ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളങ്ങ് വല്ലാണ്ട് അങ്ങ് ചമ്മി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് എഴുതാനുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം ആയിട്ട് വന്നു വേറൊരാൾ. അപ്പോൾ എഴുതടിയെന്ന് പറഞ്ഞു. സർ എഴുതണ്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഞാൻ എഴുതണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാർക്കെതിരെയുള്ള പരാതിയാണെന്ന് പറയുമ്പം ആ പരാതി ഞാൻ എഴുതില്ല എന്ന് അലീന പറയാം. അപ്പോൾ ഇയാളാണെങ്കിൽ വളരെ എന്താ പറഞ്ഞത്, വൃത്തികെട്ട രീതിയിൽ ഇയാൾ അലീനയോട് എഴുതി ചേർക്കാൻ പറയും. അപ്പോൾ അലീന അത് സമ്മതിച്ചില്ല. ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ ചാടി അങ്ങ് എഴുന്നേറ്റു. അലീന ഇങ്ങനെ ഇരിക്കാം. അന്ന് പോലീസിനോട് കള്ളം പറഞ്ഞ് വലിപ്പിച്ചിട്ട് നീ ഇപ്പം മാറ്റാടാത്ത വർത്താനം പറയുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അലീനയോട് ദേഷ്യപ്പെടും. എഴുതടി പരാതി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പേടിപ്പിച്ചപ്പോൾ ഇരുന്നിടത്ത് അലീന അങ്ങ് എഴുന്നേറ്റു. കയ്യും കെട്ടി സാറിൻ്റെ മുന്നിൽ അങ്ങ് നിന്നു, ധൈര്യത്തോടു കൂടി തന്നെ. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാനത് എഴുതും എന്ന് അലീന ഇയാളോട് പറയാം. എനിക്കില്ലാത്ത പരാതിയും ഞാൻ എഴുതുകയില്ല എന്ന് അലീന പറയാം. പിന്നെ സാർ എന്നെ കൊണ്ട് എഴുതിക്കാൻ നോക്കണ്ട എന്നും അലീന ഇങ്ങനെ SIയോട് പറയുമ്പം SIക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നീയും കൂടി ചേർന്നാണ് മറ്റവളെ റേപ്പ് ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയതും ഒത്താശ ചെയ്തു കൊടുത്തതും. 5ാം പ്രതിയായിട്ട് നിന്റെ പേരും കൂടി ചേർക്കാൻ പോവുക. അപ്പോൾ സാർ 1ാം പ്രതിയായിട്ട് ചേർത്തോ, അത് ഞാൻ നോക്കിക്കോളാമെന്ന് അലീന പറയുന്നു. നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലോട്ട് കയറ്റും, അത്ര തന്നെ. അന്നേരം സാറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ സാർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കളിക്കല്ലേ മോളെ എന്ന് SI പറയാം കേട്ടോ അലീനയോട്. അപ്പോൾ തന്തേ മോനെ അടക്കി വെച്ച് കാശ് വാരിക്കൊണ്ടിരുന്ന നിനക്കിപ്പോൾ പരാതി തരാൻ മടി അല്ലടി എന്നൊക്കെ അലീനയോട് ഇയാൾ ചോദിക്കുക. ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ അല്ലേ കുറേ. അപ്പോൾ സാർ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്ന് അലീന ഇയാളോട് പറഞ്ഞു. വീട്ടിൽ അമ്മയോടും പെങ്ങളോടും സംസാരിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് പറയരുതെന്നും അലീന അയാളോട് പറഞ്ഞു. പിന്നെ മാന്യമായി സംസാരിച്ചാൽ മാന്യമായി നിൽക്കും. അപ്പോൾ അലീന ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ദീപ്തി ഗ്യാങ് റേപ്പ് നടത്തിയതിൽ ഇവൾക്കും പങ്കുണ്ട്, ഇവളാണ് മയക്കുമരുന്ന് കലർത്തി കൊടുത്തയച്ചതെന്ന് ഈ SI പറയാം. ഇവളെ കൂടി പ്രതി ചേർത്തേക്കാനും പറഞ്ഞു. അപ്പോൾ അലീനയ്ക്ക് യാതൊരു കൂസലും ഇല്ല. അലീന ഇങ്ങനെ ധൈര്യമായിട്ട് തന്നെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ആ പോലീസുകാരി അങ്ങോട്ടേക്ക് വന്നു. എടി നിനക്ക് എന്താ പ്രശ്നം എന്നാ വനിതാ പോലീസുകാരി ചോദിച്ചു. എനിക്കല്ലല്ലോ പ്രശ്നം, നിങ്ങൾക്കല്ലേ പ്രശ്നം എന്നാൽ അലീന അന്നേരം വനിതാ പോലീസുകാരോട് ചോദിക്കാം. ഇവളെ ലോക്കപ്പിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞു. പരാതി എഴുതി ഒപ്പിട്ട് തന്നതിന് ശേഷം ഇവളെ വിട്ടാൽ മതി എന്ന് പറയാം. വാടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ SIക്ക് കലിപ്പിച്ച SI ഇങ്ങനെ നിൽക്കുക. അലീന എന്നിട്ട് അവിടെ കൊണ്ട് ഇരുത്തുക. ഇരിക്കടി. അപ്പോൾ അനിയനും മറ്റവനും ഒക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ഇരിക്കടി ഇവിടെ, അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പേടിപ്പിക്കുക കേട്ടോ. അലീന ചെന്ന് അവിടെ കൂളായിട്ടിരുന്നു. രോഹിത് ആണെങ്കിൽ അലീനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക. അനിയൻ്റെ അവസ്ഥ കണ്ട് അലീനയ്ക്ക് സഹിക്കുന്നില്ല. മാറ്റവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലയും വെട്ടിച്ചോണ്ട് നിൽക്കുക. അലീന ഹരിയെ ഒരു നോട്ടം നോക്കി. അപ്പോൾ അവന് ദഹിച്ചില്ല. രോഹിത് ഇരുന്ന് കരച്ചിൽ. അലീന അവിടെ അങ്ങനെ ഇരിക്കുക, ഇതൊന്നും അറിയാതെ. ബാക്കിയുള്ളവരവിടെ. ഇതേ സമയത്ത് പിന്നെ നമ്മുടെ ഗ്രേസമ്മയൊക്കെ കൂടെ ആ ഒരു സാറിനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നല്ലോ. അവിടെ ചെന്ന് അവരുടെ കൂടെയൊക്കെ സംസാരിക്കുക. അപ്പോൾ അവരുടെ കൂടെ കറക്കി അരിയാനും സവോള അരിയാനും ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോയി 2 കിലോ പോത്തു മേടിച്ച കഥയും ഇതൊക്കെ ചേച്ചി ഇങ്ങനെ ഇവരോട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ഇതൊക്കെ കേട്ടു. അപ്പോൾ ഇതൊന്നും ആൻറ്റിക്ക് അങ്കിളിനും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവർക്ക് 2 പേർക്ക് ഒരു റേഷൻ വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ 3 പീസ്, പിന്നെ ബീഫ് കറി 30 ഗ്രാം, ഫിഷ് ഫ്രൈ 30 ഗ്രാം. അങ്ങനെയൊക്കെ എന്താണെന്നറിയാവോ? ഷുഗർ, കൊളസ്ട്രോള്, BP,
എല്ലാം നോർമലാക്കി ഞാൻ എടുത്തു എന്നൊക്കെ പറയും. ഞാൻ പിടുത്തം പിടിക്കുന്നത് കൊണ്ടാ എന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ അത് നല്ലതാ, അങ്ങനെ നോക്കാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവളുടെ കക്ഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തല എന്നൊക്കെ ഗ്രേസമ്മ ഇങ്ങനെ ഇരുന്ന അപ്പം ചേച്ചിയോട് പറയുന്നു. വലതും ചെയ്യാൻ അറിയാവോ, എന്ത് ജോലിയും ചെയ്തോളും, വീട് നല്ലതുപോലെ സൂക്ഷിക്കും, പിന്നെ നമ്മുടെ മരുന്ന് മന്ത്രം ചെക്കപ്പ് എല്ലാം അവൾ തന്നെയാണ് നോക്കുന്നത്, എല്ലാം കയറി കൃത്യമാണ്. ഇപ്പം ജോലിക്കാരി അല്ല കേട്ടോ, ശരിക്കും ഞങ്ങളുടെ മോളാണെന്നാ എല്ലാവരോടും പറയുന്നതെന്ന് ഗ്രേസമ്മ പറഞ്ഞു. അപ്പം ഞങ്ങൾ കോളേജിൽ ചേർത്ത് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആണോ? ആഹാ. അപ്പോൾ അതൊക്കെ വലിയ പുണ്യം തന്നെയാണ് ഗ്രേസമ്മയെന്ന് ആ ചേച്ചി ഇങ്ങനെ എന്നിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇവർ കറിയൊക്കെ വെച്ച് ഇവരുടേതായ ചെറിയ ചെറിയ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയ അവർ, അതായത് ആ വീട്ടിലെ ആൾക്കാർ തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. നിനക്ക് പിന്നെ മരുമകൻ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുക. അപ്പോൾ പെങ്കൊച്ചിനോട് വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ജോമോൻ പോയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എങ്ങോട്ടും യാത്ര ചെയ്തിട്ടില്ല എന്ന് ഗ്രേസമ്മ പെണ്ണിനോട് പറയാം. അപ്പം ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ജോബിച്ചൻ പറഞ്ഞായിരുന്നു, അവധിക്കാലത്ത് ആൻറ്റിയുടെ വീട്ടിൽ വന്ന് താമസിച്ചതും രാത്രി ആൻറ്റിയുടെ മോനും ജോബിച്ചനും കൂടി ഒളിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോയതൊക്കെ പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടോ വരീൻ്റെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആൻറ്റിക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു എന്നല്ലേ ഞാൻ ശരിക്കും പറയണ്ടേ എന്നും ഗ്രേസമ്മ ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിയെ നോക്കുക. അപ്പോൾ രേവതിക്കുട്ടിയെ മനസ്സിലായില്ല. ഇതേതാണ് പുതിയൊരാൾ, കണ്ടിട്ടില്ലല്ലോ എന്ന് ജോബിച്ചൻ പറഞ്ഞപ്പം അതെല്ലാം പറയാൻ മോനെ അകത്തോട്ട് കയറി ഇരിക്കും നിങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് ഇവരെ അകത്ത് കൊണ്ടുപോയി ഇരുത്തുന്നു. അതിനുശേഷം പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കാമുകന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ബബിത മോള്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അവൾക്ക് യാതൊരു കൂസലുമില്ല. അവിടെ ചിരിച്ചും കളിച്ചും കൂട്ടുകാരന് മെസ്സേജ് അയച്ചും ഒക്കെ ഇരിക്കുന്ന ചേച്ചിയെ അനിയത്തി വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താ ഒരു സങ്കടമില്ല, ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ, ഞാനും കൃഷ്ണയും മാത്രമേ ഇവിടെയുള്ളൂ, അതുമാത്രമല്ല വേറെയും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വോയിസ് അയക്കുന്നത് കൃഷ്ണ കേട്ടോണ്ട് വന്നു കേട്ടോ. അന്തം വിട്ട് നോക്കി നിൽക്കുക കൃഷ്ണ. അങ്ങനെ മെസ്സേജ് വെച്ച് നിൽക്കുമ്പം എന്നാ ഞാനങ്ങോട്ട് വരട്ടെ, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത്. അലീനി അല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ അവൻ്റെ തിരിച്ച് മെസ്സേജ് ഇതും കേൾക്കുക കൃഷ്ണ. ചേച്ചിയുടെ തനി നിറം കണ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇവള് വലിയ കിണിങ്ങി നോക്കിയപ്പോൾ കൃഷ്ണ നിൽക്കുന്നത് കണ്ടു. ആകെ ചമ്മി വിളറി. നീ എന്തിനാടി ഒളിച്ചു നിൽക്കുന്നേ? അപ്പോൾ ആരോ വിളിച്ചു? ഞാൻ നേരെ തന്നെയല്ലേ നിൽക്കുന്നതെന്ന് കൃഷ്ണ ചോദിച്ചു. റൂമിലോട്ട് വരുമ്പോൾ ഒന്ന് ചുമച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി വരണ്ടേ? ഇങ്ങനെ പതുങ്ങി വന്ന് നിൽക്കുന്നതാണോ ഈ മര്യാദ? ഒരു മര്യാദക്കാർ വന്നിരിക്കുന്നു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ, ചേട്ടനും ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ. കാമുകനോട് സൊള്ളാൻ പറ്റിയ സമയം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പറഞ്ഞപ്പോഴത്തേക്കും ഫോണും അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് എഴുന്നേറ്റങ്ങ് ചെന്നു. ഞാൻ സൊല്ലുവാടി, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ തലയിടാൻ വരരുത്, അവനോട് വരാൻ പറ, അവൻ്റെ തോലക്കൂടെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയുമ്പം നീ ഞൊട്ടു എന്ന് ബബിത. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് വല്ല കൂസലും ഉണ്ടോയെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ദേഷ്യപ്പെടുക. അച്ഛൻ്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കോ? അമ്മയൊന്ന് ഫോൺ വിളിച്ച് തിരക്കുവോ? ഗോവർദ്ധനങ്ങളിനെ വിളിച്ച് രോഹിയേട്ടൻ്റെ കാര്യത്തിൽ എന്നതാ ചെയ്യണ്ടേന്ന് ചോദിക്കോ? അതൊന്നുമില്ല. കിട്ടിയ നേരത്തിന് മുടിത്തലേനെ വിളിച്ച് വരാൻ പറയുന്നു കൃഷ്ണ. എന്നിട്ട് ദേഷ്യപ്പെടുക. ഈ സൂക്കേടിന് ശരിക്കുള്ള പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പം നീ ഒന്ന് പറഞ്ഞേടി, ഞാൻ കേൾക്കട്ടെ എന്ന് ബബിതയുടെ വക. വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെവിക്കലിനെ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പം പൊട്ടിക്കുക കാണട്ടെ, എങ്കിൽ വാ പൊട്ടിക്കാൻ വാ, ഞാൻ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ ഒറ്റ ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. ബബിതയാണെങ്കിൽ ചെന്ന് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു. ഇവള് വന്ന് വാതിലങ്ങ് അടച്ച് കുറ്റിയിട്ടു. അപ്പോൾ കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണ ചങ്ക് പൊട്ടി കരയാ. അവിടെ നിന്ന് ആരുമില്ല, തന്നെ ഒറ്റയ്ക്ക് വാ പൊത്തിപ്പിടിച്ച് അതവിടെ ഇരുന്ന് കരയാ. ഈ സമയത്ത് ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മാമച്ചനങ്ങള് അവരോട് ചെന്ന വീട്ടിൽ അവരോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ആവുമെന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം വേണ്ട ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവളുടെ ക്യാരക്ടർ എന്നുള്ള കാര്യം പറയുക കേട്ടോ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വിടണ്ടാന്നേ, കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പോലീസിൻ്റെ ചോദ്യം ചെയ്യലെന്നൊക്കെ പറഞ്ഞ് അതൊരു വേറൊരു രീതിയാണെന്ന് ജോബിച്ചൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ പെണ്ണിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്ന കാര്യമൊക്കെ പറയുമ്പം ഒരു ക്ലൂവും അവളുടെ കയ്യിൽ നിന്ന് കിട്ടാനില്ല. അതുപോലൊരു പെങ്കൊച്ച അവള് എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും കാണിച്ചു കൊടുക്കുക കേട്ടോ.
അങ്ങനെ നന്മയൊരു ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മാമച്ചായൻ ആ ചെറുപ്പക്കാരനോട്, ജോബിച്ചൻ എന്ന് പറഞ്ഞ പുള്ളിയോടൊക്കെ പറയുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഉടനെ ഒരു തീരുമാനം ഇവരായിട്ട് എടുക്കുമായിരിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.